എല്ലാവർക്കും ഒരു ഹൈ പോയി ഇന്നാണ് പോകുന്നത് സോർലാൻഡ് 2 എന്ന അനിമയുടെ എപ്പിസോഡ് 104 ഒക്കെ ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവന്റെ അമ്മ ഹോയോണറിന്റെ അടുത്ത് വന്നിട്ട് അവൻ മറ്റേ ആളേക്കാൾ സ്ട്രോങ് ആകും, യഥാർത്ഥ വില അത് കൊണ്ടുവരും എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂവൊക്കെ സമർപ്പിക്കുകയാണ്. അവിടെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. വാങ്ഡോങ് അവളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് പിന്നെ പോകുന്നു. അത് കഴിഞ്ഞ് സിംഗ്ലി വെബ്ബേറിൽ തന്നെ ഒരു സ്ഥലത്ത് റിസർവ് സോൾജേഴ്സിനെ എടുക്കുകയാണ്. സൺമൂണിനെതിരെ വാറിനായിട്ട് അതിന് സെലക്ഷനായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് യുഹാബം കണ്ട സെലക്ഷനാണ് പിന്നെ കാണിക്കുന്നത്. പേരൊക്കെ കൊടുത്ത് അവിടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അതിൽ റാങ്ക് തിരിച്ച് മാറ്റും. ലാസ്റ്റ് ആ വലുത് ആരും തന്നെ എടുത്തിട്ടില്ല. ഒരുത്തിന് അവൻ സെക്കൻഡ് ലാസ്റ്റ് ഉള്ളതാണ് എടുക്കുന്നത്. അതിനുശേഷം യുഹാബ് വന്ന് അവന്റെ പേര് ടാങ്ഡോങ് എന്ന ഒരു ഫേക്ക് നെയിം ആയിട്ടാണ് കൊടുത്തത്. അവനോട് അതേ ഉള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിന് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി നിന്നു. ഓരോരുത്തരും പിന്നെ എടുക്കുന്നുണ്ട്. അവനത് സിമ്പിൾ ആയിട്ട് എടുത്തു പൊക്കി. എല്ലാവരും ഷോക്ക്. ഫസ്റ്റ് 3 പേര് അവരെ തേർഡ് ടയറും മറ്റവൻ സെക്കൻഡ് ടയറും യുഹാവ ഫസ്റ്റ് ടയർ സോൾജേഴ്സിലേക്ക് മാറ്റി. അവ ഇത് ഫോഴ്സ് യൂസ് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ വെയിറ്റ് തോന്നിയില്ല. അതകട്ടെ പൊട്ടിപ്പോയി. അതിനുശേഷം സിംഗ്ലി വെബ്ബറിലെ തന്നെ ക്യാമ്പ് ബേസ് അവിടെ അവര് എല്ലാവരെയും കൂട്ടുനിർത്തിയിട്ട് ഷോ അങ്ങ് എന്ന ആള് അയാളാണ് 7th ഡിവിഷൻ കമാൻഡർ എന്നൊക്കെ താനൊക്കെ പറഞ്ഞിട്ട് അടുത്ത 3 മാസം അവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ ട്രെയിനിങ് വളരെ ഹാർഡാണ്, സ്ട്രിക്റ്റും ആണ്. വയ്യാത്തവർ ഇപ്പൊ തന്നെ ബാഗും പിക്ക് ഒക്കെ എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ട്രെയിനിങ് അത് സ്റ്റാർട്ടായി. ആർമി ട്രെയിനിങ് എങ്ങനെയാണോ അതേപോലെ തന്നെ കുറെ പേരൊക്കെ തളർന്ന് യുഹവ മനസ്സിൽ ഞാൻ വളർന്ന വഴി നോക്കില്ല, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ സ്ട്രോങ് ആകും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അവൻ ചെയ്യുന്ന എഫേർട്ട് മറ്റേ ആളെ കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും റെസ്റ്റ് എടുക്കുമ്പോൾ അവൻ ചെയ്യുകയാണ്. ഷോങ് ടാങ്ഡോങ് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ എല്ലാവരെയും നിർത്തിയിട്ട് യുഹാവനോട് മുന്നിലോട്ട് വരിച്ച് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെ അവരുടെ റൂമില് ക്യാപ്റ്റനായിട്ട് അവനെ ഏർപ്പാടാക്കി. അത് കേട്ട് അവന് ഹാപ്പി ആയിട്ട് സ്വീകരിച്ച്. മനസ്സിലെ അമ്മ കണ്ടോ ഞാൻ എന്റെ സ്ട്രെങ്ത് ഇവിടെ പ്രൂവ് ചെയ്തു, ഞാൻ ഉറപ്പായി അയാളൊക്കെ സ്ട്രോങ് ആക്കും. അതിനുശേഷം ഒരു ഗ്രൂപ്പിന്റെ ടെന്റ് അവിടെ അവർ മൊത്തത്തിൽ തളർന്ന് കിടക്കുന്ന ടൈമാണ് യുഹാവ് വരുന്നത്. അവൻ വന്നിട്ട് കുറച്ച് മോട്ടിവേഷൻ പോലെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങി. ഒരു ആർമിക്കാരനാകണമെങ്കിൽ നല്ലൊരു സോൾജിയർ ആകണം, എങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ കടന്നു വേണം പോകാൻ. നമ്മളെല്ലാവരും ഒരേ ഗ്രൂപ്പിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ടും പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഊർജ്ജമാക്കി. അവര് സപ്പോർട്ടായിട്ട് പറയേ. ഒരുത്തനാകട്ടെ മോടാ നീ ആരാതിന്, നമ്മളെല്ലാം ഇന്ന് വന്ന പുതിയ ആൾക്കാര്, നീ നമ്മളെ നിയന്ത്രിക്കാൻ നോക്കണോ എന്ന് പറഞ്ഞ് പിടിച്ചു. എന്നാ അനങ്ങുന്നില്ല. ഇവൻ പറയുന്നൊന്ന് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ യുഹാവ് അങ്ങനെ പോയാലോ എന്ന് പറഞ്ഞിട്ട് അവനെ കറക്കടിച്ചു. ടെന്റിലെ ലീഡർ ഞാനാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ല, എന്റെ ഇത് ഓർഡറാണ് എന്ന് പറഞ്ഞ അവരപ്പോ തന്നെ സ്റ്റഡിയായി. പോയി കിടക്കാൻ പറഞ്ഞ അവര് പോയി. അടി കിട്ടിയവന് പിന്നെയും കിട്ടി. അങ്ങനെ ദിവസം കടന്നു പോവുകയാണ്. പിറ്റേന്ന് എല്ലാവരെയും സിഗ്നൽ കൊടുത്ത് വരാനായിട്ട് ടെന്റ് 1 അവര് ചാടുകൂട്ടി എഴുന്നേറ്റ് പോകെ. യുഹാവൻ വേറെ ഒരു പയ്യൻ ആൾറെഡി പോയിരുന്നു. അവര് പോയി നിന്ന് വന്നാൽ 3 മിനിറ്റ് താമസിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പണിഷ്മെന്റ് ആ ടെന്റിലുള്ള എല്ലാവർക്കും ചെയ്യേണ്ടി വരികയാണ്. കുറെ ആയപ്പോ തന്നെ ഓരോരുത്തരായിട്ട് വീഴാൻ തുടങ്ങി. എന്നാൽ യുഹാബോയ്ക്കാകട്ടെ മറ്റേ പയ്യൻ ഒരു നോർമലായ പയ്യനല്ല എന്നത് മനസ്സിലായിരുന്നു. അവൻ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നത് പോലെ. അങ്ങനെ കുറെ ടൈം ആയപ്പോ തന്നെ എല്ലാവരും വീഴുന്ന അവസ്ഥ. അപ്പോണ്ട് ആ പയ്യന്റെ ഹാർട്ട് പടപടാൻ ഇടിക്കുകയാണ്. കാരണം യുഹാവയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അങ്ങോട്ട് തേർഡ് കമാൻഡറായ ഒരു പെങ്കൊച്ച് ഷൂയിൻ അവള് വരികയാണ്. അവരോട് നോക്കാനായിട്ട് പറഞ്ഞിട്ട് അവൾ ആരെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അവളെ പോലെ നിങ്ങൾ സ്ട്രോങ് ആകാൻ അണ്ടറിലെ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുണ്ട് പുതിയ ബാച്ച് എന്നതിന് കുഴപ്പമില്ല, കുറച്ചുപേരൊക്കെ പ്രോമിസ് ആണ്. അവള് നോക്കി അവനെ കണ്ടിട്ട് എന്തോ പോലെ ആയിട്ട് അവിടെ നിന്ന് പോയി. യുഹാവ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് പോയപ്പോൾ ഷോങ് വിളിച്ചിട്ട് യുഹാവ ടാങ്ഡോങ് അവരുടെ ഗ്രൂപ്പിലെ ലീഡറും മറ്റവൻ അവന്റെ പേര് ഡൈഡൂലി എന്നായിരുന്നു. ഡൈലൂലി അവന്റെ വൈസ് ലീഡറുമായി. ഡായി എന്ന് കേട്ടത് യുഹാവ ഷോക്ക്. രാത്രിയായിട്ട് അവൻ അത് തന്നെയാണ് ആലോചിച്ച് കിടക്കുന്നത്. പണ്ട് നടന്നൊരു കാര്യം അത് ആലോചിക്കണം. ഒരു കൊച്ചു പയ്യനായിരുന്ന ടൈം ബട്ടർഫ്ലൈനെ പിടിക്കാനായിട്ട് ചാടി വീണു. ഹൂണർ അവന് എടുത്ത് എഴുന്നേൽപ്പിച്ചു. അവനാകട്ടെ സോറ് പറയണം. അപ്പോഴാണ് അങ്ങോട്ട് ലൂക്ക് മാൻഷനിലെ ഫസ്റ്റ് ലേഡി എന്ന് പറയുന്ന സംഭവം ഹൂണറിനെ പോലെ ഡൈഹാവന്റെ മറ്റൊരു വൈഫ് കല്യാണം കഴിച്ചിട്ടില്ല. ഹൂണറാകട്ടെ ഒരു മെയ്ഡാണ്. എന്നാൽ മറ്റേതാകട്ടെ വലിയൊരു ഫാമിലിയിലെ ആളാണ്. കോൺകുബേറ അങ്ങനെയൊക്കെ പറയല്ലേ, മറന്നുപോയി. എങ്കിലും നല്ലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹൂണറിനോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. കുറച്ച് പൈസ കൊടുത്തത് അത് വാങ്ങാനൊക്കെ യുഹാവല്ലേ അവന്റെ പേര്. അവൻ നന്നായിട്ട് വളരാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അവനോട് ബ്രദർ ഒന്ന് വിളിക്കാനായിട്ടും പറഞ്ഞ് അങ്ങനെ അവരെ അവിടെ നിന്ന് പിന്നെ പോവുകയാണ്. അതോർത്ത് നോക്കി അവനവിടെ ഇല്ല. പുറത്ത് രാത്രി അവൻ ഒറ്റയ്ക്കിരുന്ന് ട്രെയിനിങ് ചെയ്യണം. ഞാൻ ഗസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വൈറ്റ് ടൈഗർ ഡൂക്കിൽ പ്രൂവ് ചെയ്യും, 2 കമാൻഡർ ഷൂയിനുമായിട്ട് നിനക്കുള്ള റിലേഷൻ, 3 അവളെ പോലെ മിലിറ്ററി പവർ കൂട്ടാൻ
എന്ന് പറയേ നീ ആരാ? അച്ഛന്റെ സൈഡിലുള്ള ആളാണ്. യുഹാവ് അവന്റെ സ്ട്രെങ്ത് കാണിക്കാനായിട്ട് വിളിക്കുന്നു. ഒരു സോൾ മാസ്റ്റർ പോലും അല്ലാത്ത നീയാണോ തടയാനായിട്ട് കഴിയുന്നേ? വരാനായിട്ട് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ ഫൈറ്റിൽ നല്ലവണ്ണം വാങ്ങുകയാണെന്ന് മാത്രം. ഡൗലൂലി അവന് എത്ര കൊണ്ട് ശ്രമിച്ചിട്ട് യുഹാവിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്ന് ചാടി ഇടിയാൻ വന്നത് കാല് വെച്ചൊറ്റ ചവിട്ട്. നിന്റെ ഈ സ്ട്രെങ്ത് വെച്ചാണോ നീ എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടി അതോടെ തെറിച്ചടിച്ച് വീണ്. അവൻ പിന്നെ മാർഷൽ സോൾ എടുക്കുകയാണ്. അത് വൈറ്റ് ടൈഗർ ആയിരുന്നു. എന്നാൽ നോർമൽ പോലെ ആയിരുന്നില്ല, സ്പിരിച്വൽ പവർ കൂടി ചേർന്നതാണ്. അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ തിരിച്ചത് എതിർക്കാനായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. മാറുമാരൊക്കെ പോയിട്ട് ആ ചാടി വന്നത് പിടിച്ച് തിരിച്ചടിക്കുന്നു. ഇത് ഇമ്പോസിബിള്. അവന്റെ കണ്ണിൽ യുഹാവ് ഒരു സോൾ മാസ്റ്റർ പോലും അല്ലല്ലോ, സോൾ പവർ കൊണ്ടുമില്ല. പിന്നെ വന്ന് കിട്ടി ഞാൻ വൈറ്റ് ടൈഗർ ഡൂക്കിലെ മകനാണ്, ആരെന്ന് പോലും അറിയാത്ത നിന്റെ മുൻപിൽ തോൽക്കുന്നു എന്ന് പറഞ്ഞ് പയ്യെ വരുന്ന സമയം അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഒരു പഞ്ച്. അതോടെ അവൻ വീണ്. എന്ത് ഗ്രേറ്റ് ആണ് നീ പറയുന്ന വൈറ്റ് ടൈഗർ ഡൂക്ക്. അപ്പോൾ അങ്ങോട്ടാണ് ഷോയിന് വരുന്നത്. എന്താ അവിടെ നടക്കുന്നത്? അവളെ കണ്ട് ഒന്നും അറിയാത്ത പോലെ യൂണർ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അങ്ങനെ വിളിക്കരുത്, ഞാൻ കമാൻഡറാണ്. അവന് ഓക്കെ, ഇവിടെ ഇൻഡിവിജ്വൽ ഫൈറ്റ് പ്രോഹിബിറ്റഡ് ആണെന്ന് അറിയില്ല എന്നതിന് യുഹാവ് അതിനെ നമ്മൾ പേഴ്സണലായിട്ട് ട്രെയിനിങ് ആയിരുന്നു. എന്നാൽ അവൾക്കത് പറ്റില്ല. അവനെ അടിക്കാനായിട്ട് സോഡ് എടുത്തത് അവന്റെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് തന്നെ അവളെ ബോധം കെടുത്തി. അതുകൊണ്ട് ടെൻഷനായിട്ട് വന്നു നോക്കിയാൽ അവനോട് കാകമൊത്ത കലുപ്പായിട്ട് അവന്റെ മൊത്തം കൺട്രോൾ പോയി. ബെർസർക്ക് പവർ അത് പുറത്തിരിക്കുകയാണ്. അവന്റെ മാർഷൽ സോള് മാറുന്നു. സംഭവം അതൊരു മ്യൂട്ടേറ്റഡ് ആയ ഒന്നായിരുന്നു. അത് വെച്ച് യുഹാവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് യുഹാവ് മനസ്സിൽ അവന്റെ മാർഷൽ സോള് സ്ട്രെങ്ത് സ്പിരിറ്റും കൂടി ചേർന്നാണ്. അവൻ എത്രയൊക്കെ ഡബിൾ സ്ട്രോങ് ആയിട്ട് വന്നാലും എന്ന് പറഞ്ഞാൽ കാര്യമില്ല, അത് ലെസ്സാണ്, അതായത് കുറവാണ്. അവൻ സ്ട്രോങ് ആയ എക്സ്റ്റേണൽ സിമുലേഷൻ വെക്കാൻ പറ്റണം. എങ്കിൽ അവന്റെ സ്പിരിച്വൽ പാർട്ട് ആക്ടിവേറ്റ് ആകണം. എന്നാൽ മാത്രമേ അവന്റെ റിയൽ സ്ട്രെങ്ത് കൂടുകയുള്ളൂ, അത് ഇമ്പ്രൂവ് ആകൂ എന്ന് പറഞ്ഞ് അവനെ അടിച്ച് ഇടുന്നുണ്ട്. അവനോട് ഷോയി നീ എന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടേ? നീ സ്പൈ ആണോ? അവനെ നീ അവനെ കെയർ ചെയ്യുന്നുണ്ടോ? ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് വാങ്ഡോങ്ങിനെ ആലോചിക്കണം. അവളെ ഒന്ന് ചെയ്യില്ലേ എന്ന് ഡൈഡ്യൂലി അവളുടെ അടുത്തേക്ക് വരുന്നത് കാണിച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.